എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിഴി റിയാക്ഷനാണ്. മാർക്കോ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നമ്മൾ കണ്ട മാർക്കോ ഉണ്ടല്ലോ, അതൊന്നും ഒന്നും അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടത് കേട്ടോ. അതായത് ഇതിന്റെ എന്താ പറയാ മേക്കപ്പ് മാൻ പറഞ്ഞതാ. മേക്കപ്പ് മാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങള് ഇതൊന്നും അല്ല, കുറെ സംഭവങ്ങൾ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമയെ കാണിക്കുന്ന രംഗങ്ങളിൽ അത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെയൊക്കെ അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. നമ്മൾ കാണാത്ത സംഭവങ്ങൾ. യെസ്. ഇപ്പോൾ നമ്മുടെ റിയാസ് ഖാനെ ഈ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല. റിയാസ് ഖാന്റെ ഭാഗങ്ങൾ ഇനി വരും, OTT വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെരീഫ് മുഹമ്മദ്. പക്ഷെ അത് ബ്രൂട്ടലായിട്ടുള്ള അല്ലെങ്കിൽ വയലൻസ് ഉള്ള ഒരു ഭാഗമല്ല റിയാസ് ഖാൻ്റെത്. സാധാരണ സീനാണ്, നോർമൽ സീനാണ്. പിന്നെ എന്തിനാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത്? ഈ റിയാസ് ഖാന്റെ തലയാണ് നമ്മുടെ ഉണ്ണിമൂന്നിന്റെ കയ്യില് എന്നുള്ളത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സീന് ഇല്ല, അതായത് റിയാസ് ഖാന്റെ വയലൻസ് സീൻ ഇല്ല. അത് ഷെരീഫ് മുഹമ്മദിനെ പറഞ്ഞതാണ്. പക്ഷെ അതല്ലാതെ നമ്മുടെ വില്ലന്മാരെ കൊല്ലുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റുണ്ടായിരുന്നു. അതെന്തായാലും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ അതെ നമുക്ക് കാണാം. ഓക്കെ, കാണാം. മേക്കപ്പ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറച്ചധികം കാര്യങ്ങൾ. അതും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ നമുക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം. ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ, ഇത് ഉണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ. ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. എന്തോ എങ്ങനെ ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാർക്കോയുടെ മുന്നിൽ വരുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവരി വേർഡ് കൗണ്ട്സ്. സൂപ്പർ സൂപ്പർ. ഇതൊരു കലക്കും. ഇതോ എന്തേ പിടിച്ചില്ലേ? നമ്മൾ അതും ഇതും പറഞ്ഞ് വെറുതെ നേരം കളയണ്ട. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. പടം പൊട്ടും. ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. ഈ പടം എങ്ങനെ റിലീസ് ചെയ്താൽ ഇറങ്ങുന്ന തിയേറ്ററിൽ പോയി നോക്ക്. അവിടെ കേൾക്കുന്ന അനാവശ്യം അനാവശ്യം. ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നൊക്കെ പറയുന്നത് വെറും കഥയാടാ. സംശയമുണ്ടോ? ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലി ആകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ സത്യം. അതെ, ഓരോരുത്തർക്കും ഓരോ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവസാനം നീ കരയും മോനെ. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാണ് നോക്കണെന്തിനാ? കാണാടാ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് കണ്ടോടാ എന്താണ് ആൾക്ക് പറഞ്ഞിട്ടുള്ളത്? എന്റെ കിളി പോയി സാർ. എന്തോലെ ആളുടെ ഒരു ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല. इंडियन सिनेमा में सबसे टॉप पे जो किसी का पैर कटना, किसी का हाथ कटना, किसी का गले कटना जबरदस्त लगा. वायलेंस वाला है, फुल वायलेंस है उसमें. एनिमल से तो भाई डबल है भाई, इतना काम चलते चले चीज बना दिया इंडिया में. ऐसा कभी देखा ही नहीं था. मजा आ रहा है यार, दिल जीत लिया हमारा. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജയിവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. കേരളത്തിൽ മാത്രമല്ല മാർക്കോ ഇന്ന് ഹിന്ദിയിലും ചർച്ചയാവുകയാണ്. അഴിക്കും തോറും മുറുകി മുറുകി വരുന്ന കുലുക്ക്. എന്തിനാടാ എന്നെ കൊല്ലാനായി മാർക്കോയ്ക്ക് ഹിന്ദിയിൽ മാത്രം നിരവധി ഷോകളാണ് പുതുതായി ചേർക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ രേഖ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണോ? കാണാം. രോമാഞ്ചം.
നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കഴിച്ചിട്ടില്ല രാമ. അത്ര തെലുങ്കിൽ ഇനി വിപ്ലവമാണ് അടുത്ത. സിനിമ റിലീസ് 2 ആഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 73 കോടി രൂപയ്ക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ മാർക്കോ സ്വന്തമായിരിക്കുന്നത്. എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണകോണകത്തിൽ നിന്ന് നോക്കുമ്പോ നാട്ടിൽ ഇതുവരെയുള്ള മുഴുവൻ റെക്കോർഡും തകർക്കുമെന്ന് എനിക്കറിയാം. ഇത് വെറും ഒരു സൂചന മാത്രം. നാളെ തെലുങ്കിലും റിലീസാണ്, അതെ, തമിഴിലും 3-ാം തീയതി. പൊളിക്കാം, പൊളിച്ചടിക്കിയിരിക്കും. ശരി, കൊറേ ആയില്ലേ നമ്മള്. ചോനനുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ല, ഇതാണ് സത്യം. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചോണ്ടിരിക്കുക. എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പൊ ഇതാ. ഏത്? ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മുടെ വില്ലനെയൊക്കെ ഭീകരമായിട്ടാ കൊല്ലുന്നത്. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയാ എന്റെ വക്കീല്. അതായത് അഭിമന്യുവിനെ ആയിരുന്നാലും ഹാർട്ട് എടുത്ത് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഫുൾ ബോഡി ഓപ്പൺ ആക്കുന്ന അവസ്ഥയിലുണ്ട്. വില്ലന്റെ കബീർ സിംഗിന്റെ ഹെഡ് കട്ട് ചെയ്ത് മാറ്റുന്ന മാത്രമേ സംഗതി അതൊന്നും അല്ല കേട്ടോ. ശരിക്കും തല കട്ടായി പോയ ശേഷം ഈ തല അടിച്ചു പൊടിക്കുന്നുണ്ട്. തിരിച്ചു പോകുന്നു. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ അനുവദീയമല്ലാത്തോണ്ട് കട്ടായതാണ്. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. ഇയാള് ഭയങ്കര പിക്ചറായി പോയാറും ടീമന്ത. ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്നാണ്. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. കൊറേ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. ശരിയാടാ, ഞങ്ങളുടെ സിനിമയാടാ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമ. പിന്നെന്താ, ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. മാർക്കോടെ മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും. മാർക്കുകൾ മാർക്കോന്റെ വീഡിയോ എത്ര കണ്ടാലും കൊതി തീരുന്നില്ല സത്യമായിട്ടോ അല്ലേ. അതിന്റെ ഓരോ സാധനങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ആൾക്കാര് അതിനെ കുറിച്ച് പറയണ കേൾക്കുമ്പോഴും ഉള്ള ഒരു എന്താ പറയാ, ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അത് വേറൊരു ലെവല് തന്നെ. അത് അന്യ ഭാഷയിൽ നിന്ന് അതും കൂടി കേൾക്കുമ്പോ അത്രയ്ക്കും ഹാപ്പി ആവുകയാണ്. ഇത് മലയാള സിനിമയല്ലേ, അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര. ചിലരൊന്നേ അതായത് ഇത് ഇത്രയും വലിയ സംഭവം കരുതിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള മാരകമായിട്ടുള്ള വയലൻസ് ഒക്കെ മലയാളികൾ സ്വീകരിക്കോ എന്നുള്ള സംശയം ചിലർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സംശയിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, ഇതിന്റെ മുന്നെയാണ് കില്ല് എന്ന് പറഞ്ഞ സിനിമ വരുന്നത്, അനിമൽ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. ഈ സിനിമകളൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആൾക്കാരാണ് മലയാളികൾ. നമുക്ക് ഇഷ്ടപ്പെടാത്തത് അനിമൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ കില്ലെന്ന് പറഞ്ഞ സിനിമ നമ്മൾ എല്ലാവരും ആഘോഷ സാധനമാണ്. അപ്പൊ അതിന്റെ മുൻപ് നമുക്ക് റോളക്സ് ഉണ്ട്. അതെ, റോളക്സിന്റെ ആ ക്യാരക്ടർ ആ സിനിമയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ അത് 5 മിനിറ്റ് ഉള്ളല്ലോ, സത്യം. ആ കുറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ആ റോളക്സിനെ നമ്മൾ ഏറ്റെടുക്കാൻ കാരണം എന്താ, ബ്രൂട്ടലായിട്ടുള്ള ഒരു സീനാണത്. അത്രയും കൊടൂര ഒരു വില്ലൻ നമ്മൾ അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അത്രയും വയലൻസ് ഉള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു സീൻ കണ്ടപ്പോൾ, അതും കുറച്ച് സമയം മാത്രം കണ്ടപ്പോഴേക്കും നമ്മളത് ബെസ്റ്റായിട്ട് എടുത്തു. വിക്രം സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് തന്നെ അതാ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണത്. അപ്പോൾ അന്ന് മുതലേ നമുക്കിത് ഇഷ്ടമാണ് എന്നുള്ളത് തെളിയിക്കുന്ന സംഭവമാണത് റോളക്സിനെ സ്വീകരിച്ചത്. അതിനകത്ത് സത്യമായിട്ടും മമ്മൂക്കേന്റെ ഡയലോഗാണ്, പ്രേക്ഷകൻ ഇന്നതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിനിമയെ സമീപിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. പ്രേക്ഷകരുടെ മൈൻഡ് ഒരിക്കലും നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. ഏത് സിനിമ ഇപ്പൊ മാർക്കോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇനിയിപ്പോ പ്രേമലു പോലത്തെ ഒരു വേറെ സിനിമ വരുമ്പോ അതും ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഒരെണ്ണത്തിൽ മാത്രം ഇങ്ങനെ ഉടക്കി കിടക്കുന്നല്ല. ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു മലയാള പ്രേക്ഷകർ, അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒരു സാധനം മാത്രം കണ്ടിന്യൂസ് ആ ഒരു ടൈപ്പ് സാധനം മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയം. കാരണം അതിനുവേണ്ടി സിനിമ ചെയ്യുന്നവരും അങ്ങനെ തന്നെയായിരുന്നു, അത് മാത്രം ഒരുക്കി കൊടുക്കുകയായിരുന്നു, ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതെ, ഇപ്പൊ മാറി.
കാലം മാറി കോലം മാറി. മാർക്കോയും മാർക്കോ 2യും ഒക്കെ വരും. മാർക്കോ വരും, മാർക്കോ 2 വരും, പ്രേമലു വരും, കത്തനാര് വരും, പിന്നെ കുറേ വരാണ്ട്, എമ്പുരാൻ വരും, ഡോളി വരും. അടിവേരെ ഇറക്കിട്ടെ ചാകുള്ളവരല്ലേ. അത് അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് നീ കേട്ടു ഞാനത് കാര്യമാക്കുന്നില്ല. സിനിമയിൽ മതി, സിനിമയിൽ മതി വയലൻസ്. തിയേറ്ററിൽ സംഭവിച്ചാൽ നമ്മളോടല്ല കേട്ടോ, നിങ്ങളോടാണ്, എന്നോടല്ല. എന്താണെങ്കിലും സിനിമയിൽ മാത്രം വയലൻസ് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. പുറത്ത് നമ്മള് അങ്ങനെ ആയിരിക്കും, സ്നേഹവും സൗഹൃദവും. സമാധാനത്തിന്റെ എമ്പുരാന് ശരിക്കും ബ്ലാക്ക് ഒക്കെ ഇട്ട് പോണെന്ന് കരുതിയതാ, വൈറ്റ് ഇട്ടാ പോണതോളൂ, ഒരു സമാധാനം ഇതായിട്ട്. എന്താണെങ്കിലും മാർക്കോ അടിച്ചു കയറാണ്. ഇന്ന് ഇന്നലെ തെലുങ്കില് റിലീസാണ്. അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. റെസ്പോൺസ് കാണുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അതുകൊണ്ട് വരാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഒട്ടനെ കാണാം.